ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. ഇന്ന് ആക്ച്വലി ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും കാണത്തില്ല, ചെറിയൊരു കുട്ടി വ്ളോഗാണ്. സംഭവം വേറെ ഒന്നുമല്ല, പടം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആമിച്ചെന്നാൽ പിന്നെ വരുന്നതും കൂടെ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച്. അതായത് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആയിട്ടുള്ള മൈക്കിൾ എന്നുള്ള ഒരു പടം ഇന്നിപ്പോൾ റിലീസാണ്. സോ നമ്മൾ ഉച്ചക്കത്തെ ഷോയ്ക്കാണ്, കാരണം രാവിലെ ഷോ കണ്ടില്ല. സോ ഉച്ചക്കത്തെ ഷോയ്ക്ക് 1:30 ഹരിപ്പാടും 1:45 കടപ്പുറയിലും കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് എവിടെയെങ്കിലും കയറാം. ബൈ ദ ബൈ, ഇപ്പം സമയം 12:15 ആയതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി രാവിലെ ജിമ്മിൽ നിന്ന് വന്ന് കുറച്ചധികം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിച്ച് ചെറിയൊരു ഉറങ്ങി, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പം ആക്ച്വലി ഒരു ബ്രെഡും ഒരു പകുതി ബനാനയും കഴിക്കാൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ കഴിക്കുന്ന സമയത്ത് പൊതുവേ ഞാൻ ഇതുപോലെ റോണി കോൾമൻ്റെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനെ കാണാറുണ്ട്. ചുമ്മാ രസം, അത് കാണുമ്പോൾ നമ്മളും കുറച്ച് മോട്ടിവേറ്റഡ് ആവും. ബൈ ദ വേ, ഇതാണ് നമ്മുടെ പുതിയ ചെയർ. സോ നേരത്തെ നമ്മൾ ഇരുന്നുകൊണ്ടിരുന്ന നോർമൽ ചെയറിലായിരുന്നു. സോ ഇത് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തതാണ്. സംഭവം കൊള്ളാടെ, നല്ല രസമുണ്ട്. മറ്റേതിലിരുന്നിരുന്ന് മനുഷ്യൻ്റെ കുണ്ടി നടുവൊക്കെ പറഞ്ഞു പോയി എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു പച്ചയായ സത്യമാണ്. ഇതിലിരിക്കുമ്പോഴാണ് ഭയങ്കര റിലാക്സേഷൻ, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് കഴിച്ച് തീർത്തിട്ട് നമുക്ക് മൂക്കി പോകണം. കഴിച്ച് അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. സോ ഈ വെയിലത്ത് പോകാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ആടയാഭരണങ്ങൾ കൂടിയേ തീരത്തുള്ളൂ. സോ അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ ഹരിപ്പാട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം 12:45 കഴിഞ്ഞതേ ഉള്ളൂ. 1:30 ഷോ. ഇവിടുന്ന് 11 കിലോമീറ്റർ സമീപത്തേ ഉള്ളൂ. അവിടെ എത്തിയിട്ട് കാണാം. ബൈ ദ വേ ഗയ്സ്, നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അല്ലാതെ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം. ബ്രോ മൈക്കിള് ബ്രോ E17 കൊടു. E17 ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് മുന്നേ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലായിരുന്നു. സോ അപ്പോൾ ഇവിടെ വന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. സോ അതായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞത്. ആക്ച്വലി നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം മേടിച്ച്, വെള്ളം ഇല്ലാണ്ട് പറ്റൂല, അമ്മാതിരി ചൂടാണ്. സോ എല്ലാവരും കയറാൻ തുടങ്ങി. സോ ഇനി പടം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പോൾ ജസ്റ്റ് വേണ്ട തിയേറ്ററിൽ നിന്ന് വീട്ടിലോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ. ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള ചെറിയൊരു ചാറ്റൽ മഴ വീണ്. അങ്ങോട്ട് പോയപ്പോൾ മുട്ടക്കാട്ടാൻ ചൂടും കാര്യങ്ങളും അല്ലായിരുന്നു, വെയിലും ഒക്കെ അല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചെറിയൊരു മഴ വീണ്. അപ്പം ഞാൻ പെട്ടെന്ന് മഴ കൂടുന്നതിന് മുമ്പ് ഇങ്ങനെ പോകുന്നു. അതിന് കൂടുതൽ ചുമയും പിടിച്ചെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ബൈ ദ വേ, നമ്മൾ പടം കണ്ടിട്ടുണ്ട്. എൻ്റെ മോനെ, എടേ എന്തുവാടേ അതിനകത്ത് ഈ മറ്റേ എന്താ പറയാ, ജാഫർ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആണ് ഇതിനകത്ത് മൈക്കിൾ ജാക്സന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ ഡിറ്റോ മൈക്കിൾ ജാക്സന്റെ കോപ്പി വെർഷൻ തന്നെ. കുറച്ചൊക്കെ ടെക്നിക്കൽ പരമായിട്ട് അവര് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും മാനറിസം ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം കൊണ്ട് പക്ക ഡിറ്റോ മൈക്കിൾ ജാക്സൺ തന്നെ. മൈക്കിൾ ജാക്സന്റെ നമുക്കറിയാത്ത ഒരു ലൈഫ്, പുള്ളി അനുഭവിച്ച കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ലോട്ട്സ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിലുള്ള കാണിച്ചു തരുന്നത്. സോ പടത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതായിരിക്കും. അതെന്തായാലും നിങ്ങൾ പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക. പടം ഭയങ്കര ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. നിങ്ങൾ മൈക്കിൾ ജാക്സനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പടം പോയി കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഗൈസ്, ഇപ്പം ഞാൻ ജസ്റ്റ് വന്ന് ഇനിയിപ്പോൾ എനിക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വിശക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ കഴിച്ചിട്ട് പോയ ബ്രെഡ് അത് ആവിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കാര്യമായിട്ട്. സോ അപ്പം കഴിക്കുന്നതൊക്കെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഗൈസ്. വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. സമയം ഏകദേശം ഓൾമോസ്റ്റ് ഒരു 6:45 ആയിട്ടുണ്ട്. സോ എനിക്ക് വിശക്കുന്നത്, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ചോറ് ഇവിടെ ആകുന്നുണ്ട്, കുറച്ച് വെജീസും കാര്യങ്ങളും ഉണ്ട്. ദെൻ ഇവിടെ ചിക്കൻ ആകുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് കൂടെ ഒക്കെ എടുക്കും ചിക്കൻ ആകാൻ വേണ്ടിയിട്ട്. വിശക്കുന്ന വിശന്ന്
പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഈ വീഡിയോക്കകത്ത് വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എടുക്കുന്നു, നമ്മൾ കഴിക്കുന്നു, അത്രയൊക്കെ തന്നെയുള്ളു. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എന്നാ മൂവി കാണാൻ പോകുന്നതും പോയിട്ട് വരുന്നതും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളു. എനിക്കങ്ങനെ 2-3 വീഡിയോസും കൂടി എഡിറ്റ് ചെയ്യാൻ കിടക്കും. അപ്പോൾ ഒരു ദിവസം ഇനിയിപ്പം കഴിച്ചിട്ട് കിടക്കുമ്പോൾ മോസ്റ്റൊക്കെ കുറേ ലേറ്റ് ഒക്കെ ആവും സുഹൃത്തുക്കളെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. ഇനി ഞാൻ പറഞ്ഞ പോലെ എടുക്കുന്നു കഴിക്കുന്നു ഇതൊക്കെ തന്നെ ഉള്ളു. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം വേറൊരു സംഭവങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ടാറ്റ ബൈ.